കൊച്ചി തീരത്തിനടുത്ത അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തിയ നാവികരെ കോസ്റ്റ് ഗാർഡ് കപ്പലിലൂടെ കൊച്ചിയിലെത്തിച്ചു. 21 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരെ ഇമിഗ്രേഷൻ വിഭാഗത്തിന് കൈമാറി. രാവിലെ 7:58ഓടെ കപ്പൽ പൂർണ്ണമായി മുങ്ങിയിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 640 കണ്ടെയ്നറുകളിൽ 13 കണ്ടെയ്നറുകളാണ് ഏറ്റവും കൂടുതൽ അപകട ഭീഷണിയായി ഉള്ളത്. ഇതിൽ ചെറിയ തോതിൽ എണ്ണ ചോർച്ച ഉണ്ടായെങ്കിലും ആശങ്കപ്പെടാനില്ലെന്ന് കോസ്റ്റ് ഗാർഡ് DIG ആശിഷ് മൽഹോത്ര അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ, എന്താണ് നിലവിലെ സാഹചര്യം? മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? വിഷ്ണു, മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി തന്നെ പുറത്തെത്തിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ 20 നാവികരെയാണ് തീരത്തെത്തിച്ചത്. INS സുജാത വഴിയായിരുന്നു നാവികസേനയും, ഒപ്പം തന്നെ അർണവേഷ് വഴി കോസ്റ്റ് ഗാർഡും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകി. ഏതാണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 14.5 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഈ കപ്പൽ മുങ്ങിയത്. കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ ആദ്യഘട്ടത്തിൽ അത് 13 കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് പതിച്ചു. ഈ 13 എണ്ണത്തിലാണ് ഏറ്റവും മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയത് എന്ന ഒരു വിവരമാണ് പിന്നീട് കോസ്റ്റ് ഗാർഡ് പുറത്തുവിട്ടത്. 40ഓളം കണ്ടെയ്നറുകൾ ഈ സമയത്ത് മറിഞ്ഞു വീണിരുന്നു. അതിൽ 13 എണ്ണത്തിലാണ് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ആരംഭിച്ച ഒരു രക്ഷാ ദൗത്യത്തിനാണ് ഇന്ന് ഉച്ചയോടുകൂടി 1 മണിയോടുകൂടി പരിസമാപ്തിയായത്. 1 മണിയോടുകൂടി 21 പേരുമായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും, ഒപ്പം തന്നെ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേരുമായി നാവികസേനയുടെ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താൻ നാവികസേനയ്ക്കും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനും കഴിയുകയും ചെയ്തു. ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകൾ, വെള്ളത്തിൽ വീണിരിക്കുന്ന കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കൾ വെള്ളത്തിൽ കലരാതെ നോക്കുക എന്നത് തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങൾ, നിരീക്ഷണങ്ങളെല്ലാം തന്നെ കോസ്റ്റ് ഗാർഡ് നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പൽ സക്ഷം ഇതിനായി തന്നെ പൂർണ്ണ സജ്ജമായി അവിടെ അപകട സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹെലികോപ്റ്ററുകൾ വഴിയുള്ള നിരീക്ഷണവും ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 80 കിലോമീറ്റർ അകലെയാണ് ഇന്ത്യൻ തീരത്ത് നിന്ന് 80 കിലോമീറ്റർ അകലെ ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഈ അപകടമുണ്ടായിരുന്നത്. ഇന്ന് തീരദേശ സേന രക്ഷിച്ച് കൊച്ചിയിൽ എത്തിച്ചതിൽ 20 ഫിലിപ്പീൻസുകാർ ആണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ആളുകളെ നാവികസേന വിഭാഗവും രക്ഷപ്പെടുത്തി എത്തിക്കുകയായിരുന്നു. ഇത് നേരത്തെ തന്നെ വിവിധ നാവികസേനയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും എല്ലാം ഉദ്യോഗസ്ഥർ ആദ്യം 21 കപ്പലിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അത് കപ്പൽ ഉയർത്താൻ കഴിയുമെങ്കിൽ കപ്പൽ ഉയർത്തുക, അതിനുശേഷം കരയ്ക്കടുപ്പിക്കാനുള്ള നടപടികൾ തുടരുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 3 പേർ കപ്പലിൽ തന്നെ തുടർന്നത്. എന്നാൽ അത് സാധ്യമല്ല എന്ന് വ്യക്തമായതോടെ മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.